ഫോണിലുള്ള സലാം വേറെ വിഷയം. ആ സലാം തന്നെ ശ്രദ്ധിക്കണം. ഉടനെ ചെല്ലുക ഉസ്താദന്മാരോട് സലാം. ആരെ വിളിക്കുമ്പോഴും അസ്സലാമു അലൈക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സലാം പുണ്യമാണ്. മഹബത്തുണ്ടാകും. സലാം ചൊല്ലിയ സ്നേഹമുണ്ടാകും, ഇഷ്ടമുണ്ടാകും. പക്ഷേ ഈ ഇഷ്ടവും സ്നേഹവും മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമോ എന്ന് ആശങ്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇസ്ലാം വ്യവസ്ഥ വെച്ചു. അന്യ സ്ത്രീയോട്, യുവതിയോട്, കണ്ടാലാശിക്കപ്പെടുന്ന പ്രായമുള്ള പെണ്ണിനോടും ഒരു സ്ത്രീയാകുമ്പോൾ പുരുഷൻ സലാം ചൊല്ലരുത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചൊല്ലുന്നതും മടക്കുന്നതും പുരുഷന് കറാഹത്താണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഹറാമുമാണ്. പുരുഷനിക്ക് രണ്ടും കറാഹത്ത്. ചൊല്ലുന്നതും മടക്കുന്നതും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചൊല്ലുന്നതും മടക്കുന്നതും ഹറാം. ഫോണിലുള്ള സലാം വേറെ വിഷയം. ആ സലാം തന്നെ ശ്രദ്ധിക്കണം. ഉടനെ ചെല്ലുക ഉസ്താദന്മാരോട് സലാം. ആരെ വിളിക്കുമ്പോഴും അസ്സലാമു അലൈക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശറഅ് പറയും സലാം ചൊല്ലരുത്. സ്നേഹം, ഈ സ്നേഹം പരിധി വിട്ടുപോകുമോ എന്ന് ആശങ്കപ്പെട്ടത് കൊണ്ട് തന്നെ പറയുന്നു. സ്ത്രീ അന്യപുരുഷനോട് സലാം വേണ്ട, ചെല്ലരുത്. പുരുഷന് കറാഹത്താകാനും സ്ത്രീക്ക് ഹറാമാകാനും കാരണമുണ്ട്. സ്ത്രീ എടുക്കുമ്പോൾ പുരുഷൻ കൂടുതൽ എടുക്കും. ഫിത്നക്ക് കൂടുതൽ കാരണമായി തീരുമെന്നുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹറാമും പുരുഷന് കറാഹത്തുമാണ്. സലാം വേണ്ട. ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടെങ്കിലോ, കണ്ടാലാശിക്കപ്പെടാത്തവരും വയസ്സെത്തിയോ ആണെങ്കിൽ സലാം ചൊല്ലാൻ സുന്നത്തുണ്ട്, മടക്കുകയും വേണം സാധാരണ പോലെ. അല്ലാതെ യുവതികളോടും മുൻചത്തികളോടും പ്രായമുള്ളവരാണെങ്കിൽ പോലും, സൗന്ദര്യമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അരുത്. യുവതികളോട് തീരെയും അരുത്. സിനായിലേക്ക് എത്തിപ്പോകാതിരിക്കാനാണ് വലാ തഖ്റബു സിനാ, സിനയോട് നിങ്ങൾ അടുക്കരുത്. അപ്പൊ ഹൽവത്ത് പാടില്ല. ഈ പറഞ്ഞതുപോലെ സലാം ചൊല്ലാനും പാടില്ല. അല്ലാഹു തആല നിയമം വെച്ചു.